ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. രാധികയുടെ പാദസരം കയ്യിൽ വെച്ച് രാധികയെ കണ്ട നിമിഷം മുതലുള്ള കാര്യങ്ങൾ ഓർക്കുകയാണ് വരുൺ. എന്തിനാ പെണ്ണെ എന്നെ ഇത്ര വലയ്ക്കുന്നത്? തേടി തേടി ഞാൻ മടുത്തല്ലോ. കൺമുന്നിൽ കണ്ടിട്ടും എവിടെയാ ഈ ഓടി ഒളിക്കുന്നത് എന്നൊക്കെ വരുൺ ആ പാദസരത്തിലേക്ക് നോക്കി പറയുന്നു. ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു ജ്വല്ലറിയിൽ നിന്ന് തന്നെയായിരിക്കും ഈ കൊലുസ് വാങ്ങിച്ചിട്ടുണ്ടാവുക. ഒരു പക്ഷേ ജ്വല്ലറിക്കാരനെ ഇതിൻ്റെ ഉടമയെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞെങ്കിലോ? കണ്ടുപിടിച്ചേ പറ്റൂ. ഞാൻ നിന്റെ പുറകെ തന്നെയുണ്ട് എന്നൊക്കെ വരുൺ ആ പാദസരത്തിൽ നോക്കി പറയുന്നു. എന്നാൽ ഇതേ സമയം വീട്ടിൽ വളരെ ടെൻഷനോടെ ഇരിക്കുകയാണ് രാധിക. അയാൾ ഇത് ചെന്ന് കണിമംഗലത്ത് പറഞ്ഞാൽ വലിയ പ്രശ്നമാകുമല്ലോ എന്നൊക്കെ ആലോചിക്കുന്നു. ഗൗതമിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. ഇതാരോടും പറയാനും പറ്റില്ല. അങ്ങനെ ടെൻഷനോടെ ഇരിക്കുന്ന സമയം മുത്തശ്ശി യശോദ എന്ന് വിളിച്ച് അകത്തേക്ക് പോകുന്നു. എവിടെടി നിന്റെ പുന്നാരമോള്? ഇവിടെ ഉണ്ടോ എന്നൊക്കെ മുത്തശ്ശി. അവള് അപ്പുറത്തിരിപ്പുണ്ടല്ലോ. മോളെ രാധികയെ എന്ന് പറഞ്ഞ് യശോദ രാധികയെ വിളിച്ചു. എന്താമ്മയെന്ന് യശോദ ചോദിക്കുമ്പോൾ ദേഷ്യത്തോടെ അവൾ വരട്ടെ എന്ന് മുത്തശ്ശി പറയുന്നു. വഴിയിൽ വെച്ച് എന്താടി ഉണ്ടായത് എന്ന് ദേഷ്യത്തോടെ മുത്തശ്ശി. നീ ഒരുത്തിനെ തല്ലിയോ എന്നൊക്കെ ചോദിക്കുന്നു. എടി നിന്നോടാ ചോദിക്കുന്നത്. ഒരു ചെറുപ്പക്കാരനെ നീ വഴിയിൽ വെച്ച് തല്ലിയോ എന്ന്. അയാൾ എൻ്റെ കൈ കയറി പിടിച്ചോണ്ടാണ് എന്ന് രാധിക പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു. നീ ആരാടി? അവൻ്റെ കൈയെത്തും ദൂരത്തേക്ക് നീ എന്തിനാ പോയത്? അമ്മ എന്താ കാര്യം എന്ന് യശോദ. ഏതോ ഒരുത്തൻ്റെ കൂടെ കൊഞ്ചി കൊഴിയാൻ പോയി നിന്റെ മോള്. എന്നിട്ട് നാട്ടുകാരെ കണ്ടുപിടിച്ചപ്പോൾ ഇവളെ അവൻ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് കഥയുണ്ടാക്കി. നാട്ടുകാരെല്ലാവരും കൂടി ആ ചെക്കനെ തല്ലി പരുവത്തിലാക്കി. ഇനി അവൻ വെറുതെ ഇരിക്കുമോ? അവൻ്റെ ആളുകളെയും കൂട്ടി നേരെ ഇങ്ങോട്ടല്ലേ വരുന്നത്? ചോദിക്കുന്നത് ദേവനോടും നിന്നോടും എന്നോടും ആയിരിക്കില്ലേ എന്നൊക്കെ മുത്തശ്ശി. അമ്മേ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. വഴിയിൽ വെച്ച് എന്നെ അനാവശ്യമായി ഒരാൾ കയറി പിടിച്ചാൽ ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ എന്നൊക്കെ രാധിക പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു. മിണ്ടരുത്, പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞാൽ നീ കേൾക്കില്ല. പുറത്ത് വിടരുതെന്ന് പറഞ്ഞാൽ നീയും കേൾക്കില്ല. കുടുംബം നശിപ്പിച്ച് നാറാണക്കല്ല് തോണ്ടിക്കളയാമെന്ന് നേർച്ച നേർന്നിരിക്കുകയല്ലേ ഇവള്. അമ്മേ കാര്യം എന്താണെന്ന് അവള് പറഞ്ഞല്ലോ. അവളെ ഒരുത്തൻ കയറി പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ തെറ്റാണ്. അതിനെ ഒരു പെൺകുട്ടി പ്രതികരിച്ചു എന്ന് പറയുന്നത് ഒരു തെറ്റല്ല. അമ്മയ്ക്ക് ഇവളെ ഇഷ്ടമല്ല. അതിൻ്റെ പേരിൽ ഇവളെ എന്ത് ചെയ്താലും വിമർശിക്കാമെന്ന് അമ്മ കരുതണ്ട. ഇവളെ സത്യം പറയൂ, അതെനിക്കറിയാമെന്ന്. ഇതിൻ്റെ പേരിൽ ആര് പ്രശ്നം ഉണ്ടാക്കാൻ പറഞ്ഞാലും അവനോട് ഞാൻ മറുപടി പറഞ്ഞോളാമെന്നും യശോദ. യശോദെ, വല്ലാണ്ട് ന്യായീകരിക്കുമ്പോൾ നീ ഒരു കാര്യം ഓർത്തോണം. നീ വിചാരിക്കുന്ന പോലെ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവള് നിന്നോട് പറയണമെന്നില്ല. ഈ ഒരു കാര്യം ഇവൾ എന്നോട് പറയാഞ്ഞത് പേടിച്ചിട്ടായിരിക്കും. അതിൻ്റെ പേരിൽ അമ്മ തെറ്റ് പറയണ്ട. ഇന്നേ വരെ എന്നോട് പറയാത്ത ഒരു കാര്യം ഇവളുടെ മനസ്സിലില്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു. നിനക്ക് അത്രയ്ക്ക് ഉറപ്പാണോ എന്ന്? കഴിഞ്ഞ പിറന്നാളിന് ദേവൻ ഇവളുടെ കാലിൽ ഒരു വെള്ളിക്കുറിച്ച് വാങ്ങിച്ചിട്ട് കൊടുത്തില്ലേ? അതെവിടെയാണെന്ന് നിന്റെ മോളോട് ചോദിച്ചു നോക്ക്. ആ കൊലുസ് നിന്റെ കാലിലുണ്ടോടി എന്ന് മുത്തശ്ശി ചോദിക്കുന്നു. ഇല്ല എന്ന് രാധിക പറയുന്നു. അതെവിടെ പോയെന്ന് മുത്തശ്ശി വീണ്ടും ചോദിക്കുന്നു. അത് ഒരെണ്ണം കളഞ്ഞുപോയി മുത്തശ്ശി. ആ കൊലുസ് എടുത്തുകൊണ്ട് വന്ന മുത്തശ്ശി പറയുന്നു. നിന്റെ മകൾ അത്രയ്ക്ക് ശുദ്ധയായിരുന്നു എങ്കിൽ എല്ലാം നിന്നോട് പറയുന്നു എങ്കിൽ ഈ കാര്യം എന്താ നിന്നോട് പറയാഞ്ഞത്? അപ്പോൾ മൂടി വയ്ക്കാനും അറിയാം. അടക്കി വെച്ച കാളെ പോലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവൾ ഇനി എന്തൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് ആർക്കറിയാം എന്ന് പറഞ്ഞ മുത്തശ്ശി രാധികയുടെ ദേഹത്തേക്ക് എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, ഇന്ന് സന്ധ്യയാകുന്നതിന് മുമ്പ് ഇതിൻ്റെ കൂടെയുള്ള കൊലുസ് കണ്ടുപിടിച്ച് അതുമായിട്ട് നീ തിരിച്ചു വന്നാൽ മതി. അല്ലെങ്കിൽ നിന്നെ കുടുംബത്തിനകത്ത് കേട്ടില്ല, കേട്ടോടി എന്നൊക്കെ പറയുന്നു. എന്ന് പറഞ്ഞ് മുത്തശ്ശി പോവുകയാണ്. അമ്മേ പറയണമെന്ന് ഞാൻ കരുതിയതാ, പിന്നെ കല്യാണത്തിൻ്റെ തിരക്കുകൊണ്ട് പറയാൻ കഴിഞ്ഞില്ല എന്നൊക്കെ രാധിക അമ്മയോട് പറയുന്നു. അല്ലാതെ ഞാൻ അമ്മയോട് മറച്ചു വെച്ചതല്ല എന്ന് പറയുന്നു. സാരമില്ല മോളെ, അമ്മ എൻ്റെ മുന്നിൽ ജയിക്കാൻ വേണ്ടി ഇത് പറഞ്ഞതാണെന്ന് എനിക്കറിയാം. പക്ഷേ സന്ധ്യയാകുന്നതിന് മുമ്പ് ഈ കൊലുസ് കണ്ടില്ലെങ്കിൽ മുത്തശ്ശി പ്രശ്നമാക്കാൻ അതും മതി. അമ്മ കാശ് തരാം, മോള് പോയി ഇതിൻ്റെ ഒരു ജോഡി വാങ്ങിക്കേ. നിന്നെ ആരും കുറ്റപ്പെടുത്തുന്നത് അമ്മയ്ക്ക് സഹിക്കില്ല. മോള് പോയിട്ട് വാ എന്നൊക്കെ യശോദ പറയുന്നു. ഇതേസമയം വരുൺ ഒരു ജ്വല്ലറിയിൽ ചെന്നിരിക്കുന്നു. എനിക്ക് ഇതിൻ്റെ ഒരു പേര് വേണമായിരുന്നു. ഇത് ഇവിടെ നിന്നാണോ വാങ്ങിച്ചത് എന്നൊന്ന് നോക്കാമോ എന്ന് വരുൺ പറയുന്നു. അങ്ങനെ അയാളത് നോക്കുകയാണ്. ഇത് ഇവിടുത്തെ അല്ല എന്ന് അയാൾ പറയുന്നു. ഉറപ്പാണോ എന്ന് വരുൺ ചോദിക്കുമ്പോൾ ഇവിടുത്തെ അല്ല, ഇവിടുത്തെ ആഭരണങ്ങൾ എവിടെ കണ്ടാലും എനിക്ക് തിരിച്ചറിയാൻ സാധിക്കും. സാറിന് ഈ മോഡൽ വേറെ ഏത് കുൽസ് വേണമെങ്കിലും ഇവിടെ നോക്കിക്കോളൂ. അല്ല, എനിക്കിത് ഉണ്ടാക്കിയ കടയിൽ നിന്ന് തന്നെ വാങ്ങിക്കണം. വേറൊന്നുമല്ല, എനിക്കിത് വാങ്ങിച്ച ആളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാനാണ്. ഈ നാട്ടിൽ തന്നെയാണെന്ന് ഉറപ്പുണ്ടോ എന്ന് അയാൾ ചോദിക്കുമ്പോൾ വരുൺ പറയുന്നു. അതെ അതെ, ഇവിടെ തന്നെയാണ്. ഇവിടെ 2 ജ്വല്ലറി ഉള്ളൂ. ഒന്ന് തൊട്ടപ്പുറത്തതും. അവർ വെള്ളി ആഭരണങ്ങൾ ഉണ്ടാക്കുന്നവരാണ്. സാറൊന്ന് ചോദിച്ചു നോക്കിയേ എന്ന് അയാൾ പറയുന്നു. എവിടെയാണത് എന്ന് വരുൺ ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുകയാണ് അദ്ദേഹം. ഓക്കെ, വലിയ ഉപകാരം, ഞാൻ ചോദിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ കൊലുസുമായി വരുൺ അവിടേക്ക് പോകുന്നു. എന്നാൽ ഇതേ സമയം രാധിക ആ കടയിൽ നിൽക്കുമായിരുന്നു. ഇത് ഒരെണ്ണം കളഞ്ഞു പോയതാണ്. ഇവിടുന്ന് ഇതിൻ്റെ ഒരു പേര് തരാൻ പറ്റുമോ എന്ന് രാധിക അയാളോട് ചോദിച്ചു. അയാൾ കൊലുസ് നോക്കുന്നു. ഈ മോഡൽ ഇപ്പോൾ ചെയ്യുന്നില്ല.
ഇപ്പോഴത്തതിന് ചെറിയ വ്യത്യാസമുണ്ട്, പെട്ടെന്ന് തിരിച്ചറിയില്ല, സൂക്ഷിച്ച് നോക്കിയാലേ അറിയാൻ കഴിയൂ. കുട്ടി ഒരു കാര്യം ചെയ്യേ, പുതിയൊരു ജോഡി എടുത്തോളൂ, ഇത് ഞാൻ എടുത്തോളാം. സുജിതയെ ആ വെള്ളി കൊലുസൊന്ന് കാണിച്ചേ എന്ന് പറഞ്ഞ് വേറെ വെള്ളി കൊലുസ് കാണിക്കുന്നുണ്ട്. ആ കടയിലേക്ക് തന്നെയാണ് ഇപ്പോൾ വരുൺ വന്നുകൊണ്ടിരിക്കുന്നത്. രാധിക അങ്ങനെ ഒരു കൊലുസ് സെലക്ട് ചെയ്തിരിക്കുന്നു. വരുൺ ഇതുവരെ ക്രോസ് ചെയ്തിട്ടില്ല. രാധിക ബില്ലടയ്ക്കാനായിട്ട് പോവുകയായിരുന്നു. ആ സമയത്ത് അവിടെ ഒരു ലോട്ടറി കച്ചവടക്കാരി വന്നിട്ട് ചോദിക്കുന്നുണ്ട് വരുണിനോട്, മോനെ ഒരു ടിക്കറ്റ് എടുക്കാമോ എന്ന്. അതുകൊണ്ട് തന്നെ അകത്തേക്ക് കയറിയില്ല. വീണ്ടും വീണ്ടും ലോട്ടറി എടുക്കാൻ നിർബന്ധിക്കുന്നു. രാധിക കതക് ഡോറ് തുറന്നു നോക്കിയപ്പോൾ വരുൺ മുന്നിൽ നിൽക്കുന്നു. അത് കണ്ട് ഒന്ന് ടെൻഷൻ ആവുകയാണ് രാധിക. പെട്ടെന്ന് തന്നെ രാധിക അകത്തേക്ക് പോയി ടെൻഷനോടെ നിൽക്കുന്നു. വരുണിന്റെ കണ്ണിൽ പെടാതെ പിന്നിൽ നിന്ന് എങ്ങനെങ്കിലും ഓടി മറയുകയാണ് രാധിക. ആ ഓണറിൻ്റെ അടുത്ത് ആ കുലുസിനെ പറ്റി ചോദിക്കുകയാണ് വരുൺ. ഈ കുലുസൊന്ന് നോക്കാമോ, ഞാൻ അപ്പുറത്തെ വെള്ളിക്കടയിൽ കാണിച്ചു, അവരാണ് പറഞ്ഞത് ഈ കുലുസ് ഇവിടത്തെ ആകാൻ സാധ്യതയുണ്ടെന്ന്. അയാൾ ആ വെള്ളിക്കുലുസ് പരിശോധിക്കുന്നുണ്ട്. അത് ഇവിടത്തെയാണെന്ന് പറയുന്നു. ഇതിൻ്റെ ജോഡി ഇവിടെ തന്നെ ഉണ്ടെന്നും പറയുന്നു. അതെങ്ങനെയെന്ന് വരുൺ ചോദിക്കുമ്പോൾ ആ ജോഡി എടുത്ത് കാണിക്കുകയാണ് അയാൾ. ഇതിൻ്റെ ജോഡി കിട്ടുമോ എന്നറിയാൻ ഒരു കുട്ടി ഇപ്പോൾ ഇവിടെ വന്നിരുന്നു. പുതിയതൊരെണ്ണം വാങ്ങിച്ചിട്ട് ദാ ഇപ്പോൾ ഇവിടെ നിന്ന് പോയതേ ഉള്ളൂ എന്ന് അയാൾ പറയുന്നു. ചേട്ടാ, ഞാൻ അയാളെ അന്വേഷിച്ചാണ് വന്നത്. ആ കുട്ടിയെ നിങ്ങൾക്കറിയാമോ എന്ന് വരുൺ ചോദിക്കുന്നു. എനിക്കറിയില്ല, ഈ നാട്ടുകാരിയാണെന്ന് തോന്നുന്നു എന്നൊക്കെ അയാൾ പറയുന്നു. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് വരുൺ അവിടെയൊക്കെ നോക്കുകയാണ് രാധികയെ. വരുൺ വരുന്നു എന്ന് നോക്കിയിട്ട് വരുൺ വരുന്നത് കണ്ട് പെട്ടെന്ന് ഓടി മറിഞ്ഞ് ഒളിച്ചിരിക്കുകയാണ് രാധിക. വരുണാണെങ്കിൽ അവിടെയൊക്കെ നോക്കിയിട്ട് രാധികയെ കണ്ടതുമില്ല. ഇപ്പോൾ വരുണിന്റെ തൊട്ട് പിന്നിൽ കാറിന്റെ മറവിൽ ഒളിച്ചു നിൽക്കുകയാണ് രാധിക. വീണ്ടും കളിപ്പിച്ചു അല്ലേ, എന്തായാലും ഇതിന്റെ ജോഡി ഞാൻ കടക്കാരന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. തന്റെ കാലിൽ പൊതിഞ്ഞിരുന്ന ഈ കൊലുസുകൾ ഇനി എന്റെ കൂടെ ഇരിക്കട്ടെ എന്ന് വരുൺ വിചാരിക്കുന്നു. ശേഷം കാണിക്കുന്നത് ശ്യാമ വീട്ടിലെത്തിയിരിക്കുകയാണ്. ശ്യാമയും അശ്വതിയും ഇങ്ങനെ ഇരിക്കുന്നു. വിനയെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് വീണ്ടും വീണ്ടും. എന്നാൽ ഒരുപാട് തവണ വിളിച്ചിട്ടും കിട്ടുന്നില്ല. ഈ ഞരമ്പിലൂടെ അവളുടെ രക്തം കൂടിയാണ് ഒഴുകുന്നത്. ഇനി മാറ്റമൊന്നുമില്ല. ഒരുപാട് തടസ്സങ്ങൾ താണ്ടി ഞാനും എൻ്റെ മോളും ഇപ്പോൾ ഒരു മറയുടെ അപ്പുറവും ഇപ്പുറവുമാണെന്ന് ശ്യാമ. അങ്ങനെ പൂർണ്ണമായി പ്രതീക്ഷിക്കാൻ വരട്ടെ. ഹോസ്പിറ്റലിലെ മേഡം പറഞ്ഞത് ആ കുട്ടി മേഡത്തിൻ്റെ അനുജത്തിയാണെന്ന്. ശ്യാമയുടെ മകളാണെങ്കിൽ അതെങ്ങനെ എന്നൊക്കെ അശ്വതി. ജന്മം മാത്രമല്ലല്ലോ ബന്ധങ്ങൾ തീരുമാനിക്കുന്നത്. ഒരു പക്ഷേ മേഡം അവർക്ക് വേണ്ടപ്പെട്ട ഒരു അഭയം കൊടുത്തതാണെങ്കിലോ എടുത്തു വളർത്തിയതാണെങ്കിലോ എന്നൊക്കെ ശ്യാമ. അങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടാൻ എളുപ്പമാണ്. എനിക്കെന്തോ മനസ്സിലോരോന്ന് സങ്കല്പിച്ച് കൂട്ടിയിട്ട് അവസാനം എന്തെങ്കിലും വന്നാൽ ശ്യാമയ്ക്കത് താങ്ങാനാവില്ല എന്ന പേടിയാണ്. ഇത്രയും കാലം ഞാൻ ജീവിച്ചില്ലേ, അതിനർത്ഥം ഞാൻ ഇതൊക്കെ താങ്ങുമെന്നല്ലേ. ചേച്ചി നോക്കിക്കോ, അവളെ കണ്ണിറഞ്ഞ് കാണുന്നത് വരെ ഞാൻ മരിക്കില്ല. ഹോസ്പിറ്റലിൽ ആ കുട്ടി വന്ന വിനയ മേഡത്തിൻ്റെ അനുജത്തിയാണെന്ന് പറഞ്ഞതും ഏതോ വഴിക്ക് ഐശ്വര്യ അറിഞ്ഞിട്ടുണ്ട്. അതാണ് എനിക്കൊരു പേടി. എന്നാ അശ്വതി ചേച്ചി, നമുക്ക് ആരെങ്കിലും വിളിച്ച് വിനയ മേഡത്തിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ എവിടെയാണെന്ന് അറിയണം. എന്നിട്ട് ഇപ്പോൾ തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന് ശ്യാമ. ഈ കണ്ടീഷനിൽ യാത്ര ചെയ്യാനോ അതെന്തായാലും ഞാൻ സമ്മതിക്കില്ല. 4-5 ദിവസം കഴിയാതെ പുറത്തിറങ്ങുന്നതിനെ പറ്റി ചിന്തിക്കേ വേണ്ട. എന്നാ അശ്വതി, ഞാൻ കൂടി നോക്കട്ടെ എന്ന് പറഞ്ഞ് ശ്യാമ ഇപ്പോൾ വിനയെ വിളിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ശ്യാമ വിളിക്കുകയാണ്. വിനയാണെങ്കിൽ മേക്കപ്പിലായിരുന്നു. ആരാ പ്രിയ അത് എന്നെ വിനയെ ചോദിക്കുമ്പോൾ ആരാണെന്ന് അറിയില്ല മേഡം, കുറേ നേരമായിട്ട് ഈ കോള് വരുന്നതാണ്. മേഡത്തിൻ്റെ വല്ല ആരാധികയുമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങ് തന്നെ എന്ന് പറഞ്ഞ വിനയ കോൾ എടുത്തു. കോൾ എടുക്കാൻ തുടങ്ങിയപ്പോൾ കട്ടായി. പിന്നെ നോക്കാമെന്ന് പറഞ്ഞ് ഫോൺ തിരികെ കൊടുത്തു. ശ്യാമ വീണ്ടും വിളിക്കുന്നു. എന്നാൽ ആ സമയം ഷോട്ട് റെഡിയെന്ന് പറഞ്ഞ് അവിടേക്ക് വന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. ഷോട്ടാണ്, കട്ട് ചെയ്തേക്കെന്ന് പറഞ്ഞ് വിനയ പോയി. എന്തായാലും നമുക്ക് ആ ഫോണിലേക്ക് ഒരു മെസ്സേജ് ഇടാം. ശ്യാമയാണെന്നറിഞ്ഞാൽ എന്തായാലും അവർ തിരിച്ചു വിളിക്കാതിരിക്കില്ല എന്ന് അശ്വതി പറയുന്നു. ചേച്ചി, ഞാൻ ഈ ആഗ്രഹം പറയുന്നത് കേട്ടിട്ട് ചേച്ചിക്ക് അത്ര ഉറപ്പില്ല അല്ലേ എന്നൊക്കെ ശ്യാമ വിഷമത്തോടെ ചോദിക്കുന്നു. ഉറപ്പില്ലാത്തോണ്ടല്ല, വിഷമങ്ങളും ദുരന്തങ്ങളും കണ്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടാണ്. സമാധാനിക്ക്, ഈ അമ്മയിൽ നിന്നും ഒരുപാട് ദൂരം മകൾ പോവില്ല എന്ന് പറഞ്ഞ് അശ്വതി പോകുന്നു. വിഷമത്തോടെ വീണ്ടും ഇങ്ങനെ ഇരിക്കുകയാണ് ശ്യാമ. തുടർന്ന് ഗൗതമും ടീമും മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൗതമിന്റെ ഗുണ്ടകൾ പറയുന്നു, എടാ ഗൗതം, നീ അത് വിട്ടുകള, കൊള്ളാനുള്ളത് എന്തായാലും കൊണ്ടോ, ഇത് ഒറ്റയ്ക്കാണെങ്കിൽ വേണ്ടിയില്ല, ഇതിപ്പോൾ നാട്ടുകാർ കയറി മേഞ്ഞില്ലേ എന്നൊക്കെ അവർ പറയുന്നു. നിർത്തട എന്ന് പറഞ്ഞ് ഗൗതം അവരോട് ദേഷ്യത്തോടെ സംസാരിക്കുന്നു. എൻ്റെ കള്ളം കുടിച്ചിരുന്നിട്ട് എന്നെ ചെറിയണ്ട, അവളെ ഞാൻ വെറുതെ വിടുമെന്ന് ഒരാളും വിചാരിക്കണ്ട. ആ വേലക്കാരി പെണ്ണിനെ എൻ്റെ ഇഷ്ടത്തിന് കൊണ്ടുവന്നില്ലെങ്കിൽ എൻ്റെ പേര് മാറ്റി വിളിച്ചോ. അവള് തിരുമേനിയുടെ വീട്ടിലെ വേലക്കാരിയാണെങ്കിലും ഒരു മുതലാണ്. അന്ന് നമ്മൾ അവളുടെ അനിയത്തി പൊക്കാൻ വീട്ടിൽ പോയില്ലായിരുന്നോ? അന്ന് ആ ടോറസിൻ്റെ വെട്ടത്തിൽ ഞാനൊന്ന് കണ്ടതാണ്. നീ അവളുടെ കൈക്കേറി പിടിച്ചതിനെ കുറ്റം പറയാൻ പറ്റില്ല എന്നൊക്കെ അവർ പറയുന്നു. ഈ അമ്പലത്തിലെ പൂജാരികളൊക്കെ സ്വന്തം വീടിനെ എന്തെങ്കിലും രക്ഷ ചെയ്യുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അന്ന് അയാളുടെ മകളെ പൊക്കാൻ വേണ്ടി പോയിട്ട് അന്നത് പൊളിഞ്ഞു. ഒരു ദിവസം മുഴുവൻ നിനക്ക് കണ്ണ് കണ്ടുകൂടാത്ത അവസ്ഥയിലായി. ഇപ്പൊ വേറൊരുത്തി കാരണം ദേഹം അനക്കാനും പറ്റുന്നില്ല. അവളോട് കളിക്കാതിരിക്കുന്നതാണ് നല്ലത്.
ഒന്ന് പോടാ, അയാൾ എന്ത് രക്ഷ ചെയ്യാനാ അതെനിക്ക് അറിയണമല്ലോ. ഞാനിപ്പോൾ അവളെ ഒന്ന് കാണാൻ പോകും, ആരൊക്കെ എൻ്റെ കൂടെ വരും എന്ന് ഗൗതം ചോദിക്കുന്നു. എടാ ചുമ്മാതിരി, രാത്രിയായി എന്നൊക്കെ മറ്റൊരാൾ പറയുന്നു. അതിന് എൻ്റെ ദേഹത്തെ വേദനയും വെച്ച് ഉറങ്ങണമെങ്കിൽ അവൾ ഇന്ന് എൻ്റെ കൂടെ വേണം, അവൾ എങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അളിയ, നീ അങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നിന്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുമെന്ന് മറ്റൊരാൾ. വരുൺ കല്യാണം കഴിച്ചത് അവിടെ നിന്നല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഗൗതം വീണ്ടും പറയുന്നു, അത് അവൻ്റെ കാര്യം, ഇത് എൻ്റെ കാര്യം, എന്ത് സംഭവിച്ചാലും നമ്മൾ ഇന്ന് രാത്രി അവളെ പൊക്കിയിരിക്കും. വാട എന്ന് പറഞ്ഞ് 4 പേരും പോവുകയാണിപ്പോൾ രാധികയുടെ വീട്ടിലേക്ക്. ഇതേസമയം അശ്വതിയും ടെൻഷനിലാണ്. ശ്യാമ മകളെ കണ്ടെത്തുമോ എന്നുള്ള ടെൻഷനിൽ. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.